ഇസ്രായേൽ ഗസയിൽ അധിനിവേശം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഗസ സിറ്റി പിടിച്ചെടുക്കുന്നതിന് ആവശ്യമുള്ള യുദ്ധോപകരണങ്ങളുമായി സൈനിക സംവിധാനങ്ങളുമായി പൂർണ്ണമായ തോതിൽ ഗസ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന് മുമ്പിൽ തങ്ങളുടെ ചെറുത്തുനിൽപ്പുകൾ അവസാന ശ്വാസം വരെ തുടരുമെന്ന് തങ്ങളുടെ മുൻ തീരുമാന പ്രകാരം തന്നെ ഹമാസും അവരുടെ ചെറുത്തുനിൽപ്പുകൾ തുടരുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഇറാനിൽ നിന്നുള്ള വാർത്തകളാണ് ഏറ്റവും സുപ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇറാൻ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ ഇസ്രായേലുമായിട്ട് തങ്ങൾക്ക് ഒരു സമാധാന കരാറും നിലവിലില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയിലും ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും കരാർ ഞങ്ങൾ നിലവിൽ അത്തരമൊരു കരാറുകളില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നതോടുകൂടി ഇതൊരു പുതിയ ദിശയിലേക്ക് നീങ്ങുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത്. അഥവാ ഗസ സിറ്റി പിടിച്ചെടുക്കാൻ പൂർണ്ണമായ തോതിലുള്ള ഇസ്രായേൽ സൈനിക കോപ്പ് കൂട്ടുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇറാൻ ചില വെളിപ്പെടുത്തൽ കൂടി നടത്തുന്നുണ്ട്. അതായത് ഇറാൻ അല്ലാത്ത തങ്ങളുടെ പുറത്തുള്ള രാജ്യങ്ങളിൽ തങ്ങൾക്ക് സൈനികമായ സംവിധാനങ്ങളുണ്ടെന്നും തങ്ങളുടെ ആയുധ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുവെന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇതോട് ചേർത്ത് വായിക്കേണ്ടത് യമനിൽ നിന്നുള്ള അൻസാറുള്ള കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നടത്തിയ വ്യോമാക്രമണമാണ്. ബെൻഗുറിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമാക്കി ഈ ആക്രമണങ്ങൾ എന്നുള്ളത് നേരത്തെ ഇറാൻ ഉപയോഗിച്ച അതേ മിസൈലുകൾ, അത്തരത്തിലുള്ള മിസൈലുകൾ വികസിപ്പിച്ചാണ് അൻസാറുള്ള ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അഥവാ ഇതിൽ വ്യക്തമാവുന്ന കാര്യം ഇറാൻ പറഞ്ഞതുപോലെ തന്നെ ഇറാനിലല്ലാത്ത പുറത്തും ഇറാന്റെ സൈനികമായ ആയുധശാലകളുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ഇറാഖിൽ നിന്നും അതുപോലെ തന്നെ ഈ ഖത്തറിൽ നിന്നും അമേരിക്കയുടെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിൽ നിന്നും അവരെ സൈനികമായി ഒഴിപ്പിക്കുകയാണ് ട്രംപ് ഭരണകൂടം ചെയ്തിരിക്കുന്നത്. അഥവാ ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങൾ, മധ്യേഷ്യയിലെ രണ്ട് പ്രധാനപ്പെട്ട അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾ ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഇനിയൊരു ആക്രമണം ഇസ്രായേലിന് നേർക്ക് ഇറാൻ ഏത് നിമിഷവും നടത്തുമെന്നുള്ള ഒരു സൂചന നൽകുന്നതാണ് പുതിയ സംഭവവികാസങ്ങൾ. അതായത് ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രതിരോധ അച്ചുതണ്ട് എന്നുള്ളത് അത് വളരെ വ്യാപകമായി വളരെ സംവിധാനത്തോടു കൂടി പ്രവർത്തിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണമായ തോതിൽ ഹമാസ് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ തങ്ങളുടെ 40,000 പോരാളികൾ എന്നുള്ള നമ്പർ ഇപ്പോൾ ഉണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ തൂഫാനുൽ അക്സ തുടങ്ങിയ സമയത്ത് ഹമാസിന് 40,000 പോരാളികൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിൽ ഹമാസിന്റെ പല പ്രമുഖരായ ആളുകളും ഹമാസിന്റെ നിരവധി പോരാളികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ പുതിയ റിക്രൂട്ട്മെന്റുകൾ നടത്തി പുതിയ ആളുകളെ ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഏറ്റവും പുതിയ നമ്പർ എന്നുള്ളത് നേരത്തെ യുദ്ധം തുടങ്ങിയ സമയത്ത് എത്രയാണോ 40,000 എന്ന നമ്പർ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട് എന്നതാണ്. അഥവാ ഇനി ഇസ്രായേലുമായിട്ട് നടക്കുന്ന ചെറുത്തുനിൽപ്പുകളിൽ ഹമാസിന്റെ 40,000 പടയാളികൾ തയ്യാറാണ് എന്നാണ്. അതുകൂടാതെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പ്രതിരോധ അച്ചുതണ്ട് എന്നുള്ളത് അത് ഈ ഒരു രാജ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ലബനനിൽ, അതുപോലെ തന്നെ യമനിൽ, ഇറാഖിൽ, സിറിയയിൽ ഇങ്ങനെ വളരെ വലിയ അച്ചുതണ്ടോടുകൂടിയാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ പ്രതിരോധ ആക്സസിനെ മറികടന്നുകൊണ്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഗസ കീഴടക്കൽ ഇസ്രായേലിന് സാധിക്കുമോ എന്നാണ്. ഗസയിൽ പട്ടിണി മരണങ്ങൾ സംഭവിച്ചപ്പോഴും ഗസയിൽ അധിനിവേശം അതിൻ്റെ എല്ലാ ക്രൂരതകളും നടപ്പിലാക്കിയപ്പോൾ പോലും ഗസ കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ തങ്ങളുടെ പുതിയ മിസൈലുകൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആ മിസൈലുകൾ ഇസ്രായേലിലേക്ക് അടുത്ത ആക്രമണത്തിൽ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. നേരത്തെ ഇറാൻ നടത്തിയത് തങ്ങളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആക്രമണം പോലെയായിരിക്കില്ല മൂന്നാമത് ഉണ്ടായ ആക്രമണം എന്ന് നമ്മൾ കണ്ടതാണ്. ഇനി ഇറാൻ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തുകയാണെങ്കിൽ അത് ഇസ്രായേലിന് ഏറ്റവും വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൂടാതെ തന്നെ ഈ ഒരു സമുദ്ര മേഖല എന്നുള്ളത്, പ്രത്യേകിച്ചും സമുദ്ര മേഖലയിൽ ഇറാനുണ്ടായ മേൽക്കോയ്മ എന്നുള്ളത്
ആ ഒരു മേൽക്കോയ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമുദ്രാതിർത്തികളിൽ ഇറാനിയൻ സൈന്യം പരിശോധനകൾ തുടരുകയും അവരുടെ യുദ്ധക്കപ്പലുകളടക്കം അവിടെ സന്നാഹമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ യമനിലെ അൻസാറുള്ളയുടെ വലിയ പിന്തുണ ഇറാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ തന്നെ നിലവിൽ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പുകൾ ലക്ഷ്യം കാണുന്നു എന്നുള്ള വിവരങ്ങളാണ് ഗസയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇസ്രായേലി സേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ മെർക്കോവ ടാങ്കുകളടക്കം നിർമ്മിക്കാൻ ഇസ്രായേൽ ഓർഡർ ചെയ്തു കഴിഞ്ഞു. അഥവാ അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണകൂടം പുതിയ ഈ മെർക്കോവ ടാങ്കുകൾ നിർമ്മിക്കാനുള്ള ഒരു അനുമതി അവിടുത്തെ സംവിധാനങ്ങൾക്ക് നൽകി കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിരോധ അച്ചുതണ്ടും അതുപോലെ തന്നെ ഇറാന്റെ സമ്പൂർണമായ പിന്തുണയും തുടർന്നും ഈ ഒരു മേഖലയിൽ ഇസ്രായേലിന് വലിയ തലവേദനകൾ സൃഷ്ടിക്കുമെന്നും ഹമാസ് അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുമെന്നും ഫലസ്തീൻ വിമോചനം എന്നുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നേടിയെടുക്കുമെന്നുമാണ് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ നമുക്ക് പറയാൻ കഴിയൂ.